ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ പീഡാസഹന തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യോഹന്നാൻ്റെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഈ സുവിശേഷം തന്നെ മർക്കോസിൻ്റേതായതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് ക്രിസ്തു ശിഷ്യർക്ക് വേണ്ടിയാണ്. അപ്പം ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഈ സുവിശേഷകൻ നമുക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ പൂർണ്ണ മാതൃകയായിട്ട് യോഹന്നാനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ തിരുനാളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിതചര്യയാണ് ധ്യാനിക്കുന്നത്. ഒന്നാമതായി ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് നീതിക്ക് വേണ്ടി നിലനിന്നതുകൊണ്ട് തൻ്റെ മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഈ മനുഷ്യൻ നീതിക്ക് വേണ്ടി സ്വന്തം ജീവനെ മാത്രമല്ല, യേശുനാഥന് വേണ്ടി ജീവിതത്തിൽ പലതും വേണ്ട എന്ന് വെച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ക്രിസ്തുനാഥൻ ഈ സ്നാപക യോഹന്നാനെ നോക്കി പറയുന്നത്, ഈ സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാനേക്കാളും വലിയവനായിട്ട് ആരുമില്ലെന്ന്. കാര്യം ഒത്തിരി അധികം കാര്യങ്ങൾ അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി വേണ്ട എന്ന് വെച്ച് വലുതായ മനുഷ്യനാണ്. അപ്പം അങ്ങനെ അദ്ദേഹം വേണ്ട എന്ന് വെച്ചതിൽ പല കാര്യങ്ങളുണ്ട്. അവസാനം അദ്ദേഹം ജീവിതം പോലും ക്രിസ്തുവിന് വേണ്ടി പരിത്യജിക്കുകയാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെയൊക്കെ ക്രിസ്തുനാഥന് വിട്ടു നൽകുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഒത്തിരിയധികം ഉപേക്ഷിച്ച മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ തിരുനാളിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും ഈ ഒരു ചിന്തയാണ്. അവന് വേണ്ടി എന്തൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും. പലപ്പോഴും പല സന്തോഷത്തിൻ്റെയും പേരിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഹെറോദ്, അദ്ദേഹം രാജാവാണ്, നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട രാജാവാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹം തനിക്ക് ലഭിച്ചിരുന്ന സുഖത്തിന് വേണ്ടി നീതിയെ അവഗണിക്കുകയാണ്. നീതിയെ മാത്രമല്ല, ദൈവത്തെയും അവഗണിച്ചു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ദൈവം രാജാവാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ രാജാവ് ദൈവമാണ്. ദൈവത്തിന് വേണ്ടി ഇസ്രായേലിനെ ഭരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഈ ഓരോ രാജാക്കന്മാരും. പക്ഷേ ഈ ഹെറോദ് അത് മറന്നു കളയുകയാണ്, ദൈവത്തെ തന്നെ മറക്കുകയാണ്. അപ്പോഴുണ്ടായ സുഖത്തിന് വേണ്ടി അദ്ദേഹം, അതായത് സഹോദരൻ്റെ ഭാര്യയെ അദ്ദേഹം സ്വന്തം ഭാര്യയെ സ്വീകരിച്ച് വ്യഭിചാരം എന്ന കുറ്റം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ആ കുറ്റം ചെയ്തെന്ന് മാത്രമല്ല, അങ്ങനെ ഇസ്രായേലിന് മുഴുവനും ഉതപ്പിന് കാരണമാവുകയാണ്. അപ്പോൾ ഈ കുറ്റം ആവർത്തിക്കുന്ന പല മനുഷ്യർക്കും ഇദ്ദേഹം ഒരു മാതൃകയായി മാറുന്നുണ്ട്. അപ്പോൾ ദുഷിച്ച മാതൃകയാവുന്നു. നീതിയും ന്യായവും പാലിക്കേണ്ട മനുഷ്യൻ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന മനുഷ്യനാകുന്നു. അപ്പോഴാണ് ഈ നീതിക്കും ന്യായത്തിനും വേണ്ടി ഒരു സ്വരം ഉയർന്നു വരുന്നത്. അത് ഈ സ്നാപക യോഹന്നാനാണ്. അദ്ദേഹം ക്രിസ്തുവിന് മുന്നോടിയായി ജനിച്ച മനുഷ്യനാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിനും അദ്ദേഹം മുന്നോടിയായി മാറുന്നുണ്ട്. അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ജനിച്ചപ്പോൾ തന്നെ പല കാര്യങ്ങളും അദ്ദേഹം വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സാധാരണ രീതിയിലുള്ള, എന്നാൽ സാധാരണ മനുഷ്യരെക്കാളും അസാധാരണമായ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതായത് കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് പാകപ്പെടുന്ന വസ്ത്രങ്ങളിലേക്ക് അദ്ദേഹം പിന്തിരിയുകയാണ്. കാമനകൾക്കൊന്നും അദ്ദേഹത്തെ കീഴ്പ്പെടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അപ്പൻ യഹൂദരുടെ തന്നെ പ്രധാന പുരോഹിതനായിരുന്നു ഇസ്രായേലിലെ. അപ്പോൾ പ്രധാന പുരോഹിതൻ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചൊക്കെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ വേണ്ട എന്ന് വെച്ച് സ്ഥാനമാനങ്ങളും തനിക്ക് ലഭിച്ചേക്കാവുന്ന വലിയ ഇസ്രായേലിൽ ലഭിച്ചേക്കാവുന്ന വലിയ സ്ഥാനമാനങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, മിശിഹായെ സ്വീകരിക്കാൻ തയ്യാറായ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം വന്നത് തന്നെ ഈ ലോകത്തിൻ്റെ ഉയർച്ച താഴ്ചകളെയൊക്കെ നിരത്തി ക്രിസ്തുവിന് നടക്കാനുള്ള വഴി ഒരുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ രാജാവ് കാണിക്കുന്ന തിന്മ അദ്ദേഹത്തിൻ്റെ കൺമുൻപിൽപ്പെടുന്നത്. അപ്പോൾ ആ തിന്മയെ ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. പക്ഷേ പകരമായി അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. അദ്ദേഹം സന്തോഷത്തോടെ ആ മരണം സ്വീകരിച്ചത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഇപ്പം സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന സന്ദേശം ഇത് തന്നെയാണ്. ഈ എല്ലാം സംരക്ഷിക്കേണ്ട ഒരാൾ തന്നെ അതിൻ്റെ ഘാതകനായി മാറുന്നു. അത് രാജാവാണ്. അന്നത്തെ കാമനകൾക്ക് മുൻപിൽ അദ്ദേഹം ദൈവത്തെ വേണ്ടാന്ന് വെക്കുന്നു, നീതിയെ ന്യായത്തെ വേണ്ടാന്ന് വെക്കുന്നു. പക്ഷെ മറ്റൊരു മനുഷ്യൻ ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി തനിക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന പലതും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവസാനം ജീവിതം പോലും അവന് വേണ്ടി ഹോമിക്കുകയാണ്. അപ്പോൾ സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് വരുന്നത് ഇതിൽ ആരെ ഞാൻ സ്വീകരിക്കുന്നു എന്നാണ്. ഈ സ്നാപക യോഹന്നാന്റെ പീഡാസഹനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ പോലും സന്തോഷത്തോടെ എടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.